കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഇ ഡി അന്വേഷണത്തിനെതിരെ കേരള ബാങ്ക് ഡയറക്ടറും മുസ്ലിം ലീഗ് നേതാവുമായ പി അബ്ദുൽ ഹമീദ് MLA സഹകരണ മേഖലയെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും ഒറ്റക്കെട്ടായി നേരിടുമെന്ന് അബ്ദുൽ ഹമീദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇഡിക്കും ഇൻകം ടാക്സിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അബ്ദുൽ ഹമീദ് വ്യക്തമാക്കി. ഏത് ബാങ്കിലാണെങ്കിലും അഴിമതി നടന്നിട്ടെങ്കിൽ അവരെ പേരിൽ ശക്തമായി നടപടിയെടുക്കണം. അത് മുഖം നോക്കാതെ, പാർട്ടി നോക്കാതെ അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. ഇനി ഒരു കാരണവശാലും ഒരു സഹകരണ ബാങ്കിനും ഒരു അഴിമതി നടത്താൻ പറ്റാത്ത തരത്തിൽ ആ തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. അത് ഇപ്പോൾ നമ്മുടെ സഹകരണ മന്ത്രി തന്നെ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അല്ല, അത് ഇ ഡി ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചില പൊളിറ്റിക്കൽ ഉദ്ദേശങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതിലിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറില്ല. അക്കാര്യത്തിൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള ഏത് നീക്കത്തെയോ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നേരിടും. വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ. മുബഷീർ, എന്താണ് അബ്ദുൽ ഹമീദ് വ്യക്തമാക്കുന്നത്? മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഒരു മുസ്ലിം ലീഗ് നേതാവ് ഇ ഡി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് കരുവന്നൂരിൽ വരുന്നത് എന്ന് പറയുന്നത്. തീർച്ചയായും നികേഷ് കുമാർ, കരുവന്നൂരിലേക്ക് വീണ്ടും ഇ ഡി എത്തുമ്പോൾ വിശേഷം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിനെതിരെ, അതായത് ഇ ഡി അന്വേഷണത്തിനെതിരെ UDF-ന്റെ ഒരു പ്രമുഖ നേതാവും കേരള ബാങ്ക് ഡയറക്ടറുമായ പി അബ്ദുൽ ഹമീദ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നുള്ളതാണ്. ദേശീയ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് സഹകരണ മേഖലയെ തകർക്കാനുള്ള ഒരു നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇ ഡിയുടെയും ഇൻകം ടാക്സിൻ്റെയും ഇടപെടലുകളൊക്കെ തന്നെ ആ നിലയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻവെച്ചുകൊണ്ടുള്ളതാണെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. സഹകരണ മേഖലയെ സംബന്ധിച്ച് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരുണ്ട്. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. അതിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെടുമ്പോൾ അത് സ്വാഭാവികമായും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന ഒരു വിമർശനമാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ പി അബ്ദുൽ ഹമീദ് MLA ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഏത് ബാങ്കിലാണെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒക്കെ തന്നെ പേരിൽ ശക്തമായ നടപടിയെടുക്കണം. അത് മുഖം നോക്കാതെ, പാർട്ടി നോക്കാതെ തന്നെ നടപടിയെടുക്കണം. അക്കാര്യത്തിൽ കരുവന്നൂരിൽ എന്നല്ല, ഏത് ബാങ്കിൽ അഴിമതി നടത്തിയവരെയും പുറത്തു കൊണ്ടുവരണം. അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. ഇതോടൊപ്പമാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്, സഹകരണ മന്ത്രി തന്നെ അതിന് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സഹകരണ വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്രം ഇടപെടുമ്പോൾ അത് സ്വാഭാവികമായും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. വിശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ആ നിലയിലുള്ള ഒരു പ്രാധാന്യവും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിശേഷം UDF ആ നിലയിൽ കരുവന്നൂരിലെ ഇ ഡിയുടെ ഇടപെടലുകളൊക്കെ തന്നെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് UDF-ന്റെ നിലപാടിന് വിരുദ്ധമായി മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു നേതാവായ അബ്ദുൽ ഹമീദ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ ഈ ഒരു കേരള ബാങ്ക് ഡയറക്ടറായ ഘട്ടത്തിലൊക്കെ തന്നെ ആ നിലയിൽ അത് വിവാദമായിരുന്നു. കാരണം സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെതിരെ, അഴിമതിക്കെതിരെ സമരം നടത്തിയിരുന്ന UDF-ഉം കോൺഗ്രസും ആ ഒരു അഭിപ്രായങ്ങൾക്ക് ഭിന്നമായി മുസ്ലിം ലീഗിൽ തന്നെ ഒരു വ്യക്തിയെ കേരള ബാങ്കിലേക്ക് നിയമിക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ ഇരട്ടത്താപ്പുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ BJP ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ ഒരു വിവാദം വീണ്ടും സജീവമായ ഘട്ടത്തിൽ കൂടിയാണ് മലപ്പുറം ജില്ലാ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും വള്ളിക്കുന്ന് MLA കൂടിയായ അബ്ദുൽ ഹമീദ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും പോകുമ്പോൾ സഹകരണ മേഖലയെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും ഒറ്റക്കെട്ടായി നേരിടും. അതിനെ സംബന്ധിച്ച് അവിടെ രാഷ്ട്രീയ ഭേദമന്യല്ല. സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ ഏതൊരു ദേശീയ ഏജൻസികളും ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. അഥവാ അവിടെ അത്തരത്തിലുള്ള അഴിമതികളോ ക്രമക്കേടോ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ സംസ്ഥാന സഹകരണ വകുപ്പ് തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നൊരു പ്രതികരണം തന്നെയാണ് അബ്ദുൽ ഹമീദും നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും UDF-ന് വിരുദ്ധമായ ഒരു അഭിപ്രായമായതുകൊണ്ട്, UDF നിലപാടിന് വിരുദ്ധമായ ഒരു അഭിപ്രായമായതുകൊണ്ട് തന്നെ ഇത് പലതരത്തിലുള്ള ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. നികേഷ് കുമാർ. ശരി, മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.